എൻ്റെ ഫാത്തിമയ്ക്ക് ഒരു 8 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഒരു ദിവസം രാവിലെ, ആൾ കുറച്ച് സ്ലീപ്പി ആയിട്ടിരിക്കുമ്പോൾ എത്ര ഹാപ്പിയാണ് ഫാത്തിമ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവൾ തന്നൊരു റിപ്ലൈ എന്ന് പറയുന്നത് ഒരുപാട് ചിന്തിപ്പിച്ചെന്നെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 89 ഹാപ്പിനെസ് ആണ്, ഔട്ട് ഓഫ് 100 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 89 ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി എവിടെ പോയി 11 എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അവളുടെ ടൊമാറ്റോ പ്ലാന്റ് ഇസ് ഗ്രോയിങ് വെരി സ്ലോ, അപ്പോൾ അതാണ് 3 ഹാപ്പിനെസ് അവിടെ പോയി എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു 3 പോയത് ആളൊരു മാത്ത് പ്രോബ്ലത്തിൽ സ്റ്റക്കായിട്ട് 2 days ആയി. അപ്പോൾ അങ്ങനെ വേറൊരു 3 ഹാപ്പിനെസ് അങ്ങനെ പോയി. പിന്നെ ഒരു ഹാപ്പിനെസ് വരാത്തത് ദാറ്റ് ഈസ് ബിക്കോസ് ഐ എം വെരി സ്ലീപ്പി നൗ. ഇപ്പോഴത്തെ ആ ഉറക്കത്തിൽ ഒരു ഹാപ്പിനെസ് ഇല്ല. പിന്നെന്തോ ഒരു കാരണം കൂടെ പറഞ്ഞിരുന്നു കേട്ടോ, അതെനിക്ക് നേരെ ഓർമ്മയില്ല. അപ്പോൾ മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹാപ്പിനെസ് പോയതും കൂടെ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ 99 ആയി. പിന്നെ ഒരു ഹാപ്പിനെസ് എവിടെ പോയി എന്ന് അറിയത്തില്ല. അപ്പോൾ അത് കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 89 അല്ല 90% ഹാപ്പിയാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ശരിക്കും നമ്മൾ വലിയൊരുടെ അടുത്ത് നമ്മൾ ഹാപ്പിനെസ്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ റീസൺസ് ഉണ്ട് നമുക്ക് ഹാപ്പി ആവണമെന്ന് നമ്മൾ ആലോചിക്കുക. പക്ഷെ ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ ഉള്ള ഹാപ്പിനെസ്സിൽ നിന്ന് ഇന്നതിൽ പോയി ഇത്രേ പോയിട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വരിക. അപ്പോൾ അതിന് നല്ലൊരു ലേണിംഗ് ആക്ച്വലി എനിക്ക് ആസ് എ മദർ എനിക്ക് ലേണിംഗ് കിട്ടിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു.